ഹലോ, ഞാൻ ഡോക്ടർ പ്രീതി മേരി, എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ENT ഡോക്ടറാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇയർ ബാലൻസിനെ കുറിച്ച് സംസാരിച്ചു. ഇനി അതിൻ്റെ ചികിത്സാ രീതികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇയർ ബാലൻസ് അല്ലെങ്കിൽ BPPVയുടെ പ്രധാന ചികിത്സാ രീതി റീപൊസിഷനിങ് എക്സസൈസസ് ആണ്. ഈ റീപൊസിഷനിങ് എക്സസൈസസ് നമ്മൾ നേരത്തെ അതിൻ്റെ കാരണം പറഞ്ഞു. ഈ ബാലൻസിൻ്റെ പാർട്ടിക്കിൾസ് സ്ലിപ്പ് ആവുന്നതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ചിടാൻ വേണ്ടി ചെയ്യുന്ന എക്സസൈസിനെയാണ് നമ്മൾ റീപൊസിഷനിങ് അല്ലെങ്കിൽ രണ്ടാമത് പൊസിഷൻ ചെയ്യുന്ന എക്സസൈസസ് എന്ന് പറയുന്നത്. ഇത് പല ആളുകളുടെ പേരുകളിൽ പല മാനോവേഴ്സ് അല്ലെങ്കിൽ പല എക്സസൈസുകളുണ്ട്. എപ്ലീസ് മാനോവർ ഒരു പക്ഷേ നിങ്ങൾ കേട്ട് കാണും. വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ രോഗികൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടറെ എപ്ലി മാനോവർ ചെയ്യാമോ? അപ്പോൾ എപ്ലി എക്സസൈസസ് എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള എക്സസൈസുകളുണ്ട്. ഏത് കനാലാണെന്ന് ഇത് അറിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 3 കനാൽ ഒരു സൈഡിലുണ്ട്. വലതുവശത്തുമാവാം, ഇടതുവശത്തുമാവാം. അപ്പോൾ ഏത് വശത്താണ് പ്രശ്നം എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനുള്ള എക്സസൈസുകൾ ചെയ്യിപ്പിക്കുന്നത്. പലപ്പോഴും ഇതിൻ്റെ ആദ്യത്തെ എക്സസൈസ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എനിക്കൊരു പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. എനിക്കൊരു പ്രാവശ്യം ഇതേപോലെ തലകറക്കം വന്നു, ഇയർ ബാലൻസ് തെറ്റി. അപ്പോൾ ഞാൻ കട്ടിലേക്ക് കിടന്ന്, ഞാൻ ഡോക്ടറാണല്ലോ, അപ്പം ഞാൻ വിചാരിച്ചു ഏത് സൈഡാണെന്ന് നമുക്ക് നോക്കാം. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് അത് സൈഡ് നിർണ്ണയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, നമുക്കൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പലപ്പോഴും ഇത് രോഗി പറയുന്ന സൈഡ് പലപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധമില്ല. അതിനകത്ത് നമുക്ക് കിടക്കുമ്പോൾ തോന്നുന്നൊരു ഫീലിംഗ് ആവാം. അപ്പോൾ പലപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആദ്യത്തെ എക്സസൈസുകൾ ചെയ്യുന്നത് വളരെ അഭികാമ്യമാണ്. പിന്നെ നമുക്കത് വീട്ടിൽ ചെയ്യാം, പല പ്രാവശ്യം ചെയ്യാം. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ ഒരു 80% തലകറക്കങ്ങൾ മാറാറുണ്ട്. പക്ഷെ ഒരു 20% നമുക്ക് റിപ്പീറ്റഡ് എക്സസൈസസ്, അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതൊക്കെ പലപ്പോഴും ഇതിൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെഡിക്കൽ പേഴ്സണലിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിന് മരുന്നുകൾ കഴിക്കുന്നുണ്ടോ? മരുന്നുകൾ നമ്മൾ തരാറുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ കൂടെ ഛർദിൽ, ഓക്കാനം അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതകൾ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങളത്തേക്ക് 2-3 ദിവസത്തേക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു 5 days അല്ലെങ്കിൽ ഒരു 7 ദിവസത്തേക്കൊക്കെ നമ്മൾ മരുന്ന് തരാറുണ്ട്. അതിൽ കൂടുതൽ മരുന്നുകൾ ഇതിനത്ര ഉചിതമല്ല. എക്സസൈസാണ് ഇയർ ബാലൻസിനുള്ള മെയിൻ ആയിട്ടുള്ള ചികിത്സാ രീതി. താങ്ക് യു.